അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ബിസിനസ് ഡിസിഷൻസിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഡിസിഷൻ എടുക്കാനേ പാടില്ല. അതില്ലാണ്ട് ഉള്ള ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഫാമിലി ബിസിനസ്സിൽ ഓണേഴ്സ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ സാർ എങ്ങനെ കാണുന്നു? ഇത് അതിന് ഓണേഴ്സ് മാത്രമല്ല, ഏത് ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിൽ ചെയറിലിരിക്കുന്ന ആളും അവിടെ പവറും അതോറിറ്റിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആളാണെങ്കിൽ പോലും ഇമോഷൻസ് വെച്ചിട്ട് സംസാരിക്കുകയോ ഇമോഷൻസ് വെച്ചിട്ട് ആക്ഷൻ എടുക്കുകയോ ചെയ്താൽ അത് വളരെ ഡാമേജിങ് ആയിരിക്കും. ഇനി ഫാമിലി ബിസിനസ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അത് ഓണർഷിപ്പും അതോറിറ്റിയും പവറും കൂടെ കൂടിയിട്ടാണ് ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്ക്, മറ്റേ പ്രൊഫഷണൽ ആൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഈ സംതിങ് ഹാപ്പൻസ്, അയാൾ അക്കൗണ്ടബിൾ ആണ്. ഞാനതിന് ആൻസർ പറയണം. ഒന്നിലെ ആ ഒരാളെ നഷ്ടപ്പെട്ടതിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിന്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസോ പെർഫോമൻസോ കുറഞ്ഞു കഴിയുമ്പോൾ ഹി ഹാസ് ടു ആൻസർ. ഈ കേസിൽ വീണ്ടും നമ്മളൊരു വലിയ ചലഞ്ചാണ്. ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കാനുള്ള മച്യൂരിറ്റി ലെവൽ ഇല്ലാത്ത ആൾ കീ പൊസിഷനിൽ ഇരുന്നാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. പല കേസിൽ നമുക്ക് നല്ല ആൾക്കാരെ നഷ്ടപ്പെടാം. ഈ ഫാമിലി ബിസിനസ്സിൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യും ചിലപ്പോൾ. അതായത് ജനറൽ മാനേജേഴ്സിനെ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ DG എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആളെ കൊണ്ടുവരും. അപ്പോൾ ഈ ഫാമിലി ബിസിനസ്സിന് മുകളിലിരിക്കുന്ന ആൾക്കാണ് ഇയാൾ റിപ്പോർട്ട് ചെയ്യണത്. ഉദാഹരണത്തിന് ഒരു കേസ് ഞാൻ പറയാം. ഒരു സ്ഥലത്ത് സംഭവിച്ചത് ഇതുപോലെ തന്നെ ഒരു മച്യൂരിറ്റി ലെവൽ എത്താത്തൊരു സമയത്ത് ഇല്ലാത്ത ഒരാൾ ടോപ്പ് പൊസിഷനിലിരിക്കണം. എനിക്ക് ആ കേസ് അറിയാവുന്നതാണ്. ഈ പ്രൊഫഷണൽ ആൾക്ക് എന്തോ പുള്ളി ഡിസിഷൻ എടുത്തു. എല്ലാവരെയും ഹാപ്പി ആയിക്കൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ, എസ്പെഷ്യലി പ്രൊഫഷണൽ ജനറൽ മാനേജേഴ്സൊക്കെ എടുക്കുമ്പോൾ. അതെങ്ങനെയോ ഇൻഡയറക്റ്റ്ലി, ഫാമിലി ബിസിനസ് അല്ലേ, എങ്ങനെയോ ഓണർ എടുത്തെത്തി. അപ്പോൾ ഈ ഓണർ മറ്റേ ആളോട് സംസാരിച്ചു, ഇങ്ങനെ ആണ് അത്, ഡിസിഷൻ റിവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അത് മാറ്റണം, കാരണം എനിക്ക് എൻ്റെ ഫാദറും ഫാമിലിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന, ഞാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല, പ്രശ്നമാണ്, അതുകൊണ്ട് മാറ്റണം. പുള്ളി പറഞ്ഞത് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമുക്കത് ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, പ്ലസ് ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ ഇമോഷൻസ്, കിടന്ന ഇമോഷൻസ്, കാരണം ഞാനാണ് ഉടമസ്ഥൻ, ഞാനാണ് അതോറിറ്റി, എനിക്കാണ് എൻ്റെ ഉത്തരവാദിത്വം, അതുകൊണ്ട് യു ഹാവ് ടു ഡു ഇറ്റ്. പുള്ളി പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ആർഗ്യുമെൻ്റായി. അപ്പോൾ സാറിന് അതിൽ പ്രൊഫഷണൽസ്, ഇങ്ങനെ നല്ല മാർക്കറ്റ് വാല്യുള്ള പ്രൊഫഷണൽസ് ഇത് ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, ഇവിടെ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളപ്പോൾ മനസ്സിലാവും. ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്താൽ നമുക്കിവിടെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം പല പ്രൊഫഷണൽസും പൊസിഷനോ ശമ്പളത്തിനോ വേണ്ടി മാത്രമല്ല വർക്ക് ചെയ്യണത്. അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണം, അവർക്ക് ഡെലിവറി ചെയ്ത റെക്കോർഡ്സ് ഉണ്ടാവണം. ഒരു ലാഡർ ക്ലൈംബ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അധികം പേരും നല്ല ആൾക്കാരുള്ളത്. ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പ്രശ്നം വെച്ചാൽ നാച്ചുറലി പുള്ളിയുടെ ആ ഇമോഷൻസും ആർഗ്യുമെൻറ്റും മൂത്തിട്ട് പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, ഐ എം ലീവിങ്, എനിക്കിത് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചു. അപ്പോഴെങ്കിലും ഇയാളുടെ മനസ്സ് തുറക്കേണ്ടതാണ്, ഈ സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന്. അതേ മോഷനിൽ തന്നെ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, ഞാൻ ലീവ്. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടായ ഡാമേജ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. ഒരു ഒത്തിരി താഴേക്ക് ബിസിനസ്, എംപ്ലോയി മുറയിൽ ബാക്കി പ്രൊഫഷണലായിട്ടുണ്ടായിരുന്ന ആൾക്കാർ, പുള്ളിയായിട്ട് കൂടി നിന്നിരുന്ന ആൾക്കാർ, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഇമോഷണൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഡിസിഷനുമായിട്ട് രണ്ട് ധ്രുവങ്ങളാണ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഏരിയയാണ്. അതിലൊക്കെ നമ്മൾ പഠിച്ച് എക്സ്പേർട്ടായിട്ട് ആ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് വേണം വെൻ യു ടേക്ക് എ ഡിസിഷൻ. ആൻഡ് ഓൾസോ വെൻ യു ടോക്ക്, ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് വളരെ കെയർഫുൾ. കാരണം അതിൻ്റെ ഡാമേജ് ഒന്ന് ടോപ്പിൽ നിന്ന്, രണ്ട് ദിസ് ഫാമിലി ഓണർ ഇസ് ടോക്കിംഗ് വിത്ത് പവർ, അതോറിറ്റി ആൻഡ് ഓണർഷിപ്പ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ബിസിനസ് ഡിസിഷൻസിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഡിസിഷൻ എടുക്കാനേ പാടില്ല. അതില്ലാണ്ട് ഉള്ള ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം.